നമസ്കാരം. ഇന്ന് കുറച്ച് പയറിൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ജൈവ രീതിയിൽ എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാമെന്ന് നോക്കാം. പയർ വിത്തുകൾ നടുന്നതിന് മുമ്പായി നമ്മൾ അടിവളം ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അടിവളത്തിനായി തുല്യ അളവിൽ കമ്പോസ്റ്റും ചകിരിച്ചോറും കൂടി നമുക്ക് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചകിരിച്ചോറ് ആഡ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പയർ മുളച്ചുണ്ടാകുന്ന ചെറിയ തൈകൾക്ക് വേരോട്ടം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവ രണ്ടും 1:1 എന്ന അനുപാതത്തിൽ ആവശ്യാനുസരണം നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. വിത്ത് നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായി കിളച്ച് ഒരുക്കി അതിൽ കുമ്മായമിട്ട് 2 ആഴ്ച നമുക്ക് ഇട്ടേക്കാം. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഇളക്കി ചെറിയ ചാല് പോലെ എടുത്തിട്ട് ആ ചാലിലേക്കാണ് നമ്മൾ ഈ കമ്പോസ്റ്റിൻ്റെ മിശ്രിതം ഇട്ട് കൊടുക്കുന്നത്. ചകിരിച്ചോറും കമ്പോസ്റ്റും അടങ്ങിയ വളം അടിവളമായി ഇട്ട ശേഷം നമുക്ക് ആ ചാല് മേൽമണ്ണ് ഉപയോഗിച്ച് മൂടി ലെവലാക്കി എടുക്കാം. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത സ്ഥലത്താണ് 1 മണിക്കൂർ കുതിർത്ത് വച്ചിരുന്ന നമ്മുടെ വിത്ത് നമ്മൾ പാകാൻ പോകുന്നത്. വിത്ത് ഇടുന്നത് 1 സെൻറ്റിമീറ്റർ ആഴത്തിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അതിൽ കൂടുതലായാൽ വിത്ത് മുളച്ച് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അത് മണ്ണടിയിൽ നിന്ന് തന്നെ അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ വിത്തിട്ട ശേഷം നമുക്ക് നന്നായിട്ട് നനച്ച് കൊടുക്കാം. വിത്തിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മളിട്ട വിത്തുകളെല്ലാം തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 ഇല പ്രായമായിട്ടുണ്ട്. 2 ഇല പ്രായമായ തൈകൾ നനയ്ക്കുമ്പോൾ ഇലയിൽ വീഴാതെ ചുവട്ടിൽ മാത്രം വീഴത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരു പാത്രത്തിൽ വളരെ താഴ്ത്തി ചുവട്ടിൽ മാത്രമായിട്ട് നനച്ചു കൊടുക്കുക. ഇലയിൽ വീഴുന്ന രീതിയിൽ നമ്മൾ നനച്ചു കൊടുത്താൽ ഉണ്ടാകുന്നൊരു പ്രശ്നം, അതിൻ്റെ ചുവട് അനങ്ങാനും അതുവഴി അതിൻ്റെ വേരിന് ഡാമേജ് ഉണ്ടായിട്ട് പയർ വാടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും വെള്ളം വളരെ താഴ്ത്തി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് 3 ആഴ്ച കഴിഞ്ഞ് ഉള്ള പയറിൻ്റെ അവസ്ഥയാണ്. നന്നായിട്ടത് വള്ളി കയറി വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുത്തു. നല്ല വികറായിട്ട് വള്ളികളെല്ലാം വളർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്ക് പയറിൽ സാധാരണഗതിയിൽ മുഞ്ഞയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ അത് തടയാനായിട്ട് നമുക്കൊരു കെണി ഉപയോഗിക്കാം. മഞ്ഞക്കണി എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരു പ്ലാസ്റ്റിക് പേപ്പറാണ്. അതിൻ്റെ 2 സൈഡിലും ഗമ്മുണ്ട്, അത് പശയുണ്ട്, സ്റ്റിക്കർ പോലെ ഇരിക്കും. നമുക്കത് കടയിൽ മേടിക്കാൻ കിട്ടും. അതിൻ്റെ 2 സൈഡിലുമുള്ള സ്റ്റിക്കറിൻ്റെ പേപ്പർ ഇളക്കി കളഞ്ഞിട്ട് നമുക്കത് ഫീൽഡിൽ കെട്ടിത്തൂക്കിയിടാം. ഈ മഞ്ഞ കളറുള്ളത് കൊണ്ട് ഈ മുഞ്ഞ പോലുള്ള പ്രാണികൾ അട്രാക്റ്റ് ചെയ്ത് വരികയും അവർ ഇതിനകത്ത് വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു മരുന്നും അടിക്കാതെ തന്നെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഈ അറ്റാക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാദ്യം നമ്മൾ പയർ പിടിച്ച് വന്ന് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ അത് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കെണി കെട്ടിയ ശേഷം 1 ആഴ്ച കഴിഞ്ഞുള്ള വീഡിയോ ആണ്. ഈ പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ 2 സൈഡിലും നിറയെ കളക്ട് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള കീടങ്ങളാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂടുതലും നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞ ഇനത്തിലുള്ള പ്രാണികളാണ് ഇതിൻ്റെ 2 സൈഡിലും ഉള്ളത്. ഈ കെണി ഏകദേശം 4 മുതൽ 5 മാസം വരെ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ പശ അതിനകത്തുണ്ടാവും. ഏകദേശം 1.5 മാസം ആയപ്പോഴേക്കും നമ്മുടെ പയറെല്ലാം പൂത്ത് കാച്ചു. നമുക്ക് വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പയറെല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. നിറയെ പിടിച്ചിട്ടുണ്ട്. അടിവളമായി കൊടുത്ത നമ്മുടെ കമ്പോസ്റ്റും അതിനോടൊപ്പം ആഴ്ചയിലൊരിക്കൽ ജൈവ സ്ലറി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചാണകവും കടലപ്പിണ്ണാക്കും ചേർത്തുണ്ടാക്കുന്ന ജൈവ സ്ലറിയുമാണ് ഇതിൻ്റെ മെയിനായിട്ടും നമ്മൾ വളമായി ഉപയോഗിക്കുന്നത്. വേറെ ഒരു തരത്തിലുള്ള രാസവളവും നമ്മളിതിൽ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പയറിലുണ്ടാകുന്ന മുഞ്ഞയൊക്കെ കൺട്രോൾ ചെയ്യാനായി ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ പുളിയുറുമ്പാണ്. പുളിയുറുമ്പിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരമാണ് മുഞ്ഞ. അതുകൊണ്ട് തന്നെ ഒരു മുഞ്ഞ പോലും നമ്മുടെ ചെടിയിലുണ്ടാവില്ല. അതുകൊണ്ട് പയർ കൃഷി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും മാവിലോ പ്ലാവിലോ ഒക്കെ പുളിയുറുമ്പിൻ്റെ കൂടുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് ആ കൂട് ഇളക്കിയെടുത്ത് നമ്മുടെ പയർ ചെടിയിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് അവിടെ ഒരു കൂടുണ്ടാക്കി പയർ ചെടിയിൽ തന്നെ താമസിച്ചുകൊണ്ട് മുഞ്ഞകളെയെല്ലാം അകത്താക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.